കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. മണപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെങ്ങും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. 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 മണപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം. ഉറങ്ങാതെ നിന്നോടെങ്ങും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം.
നൈസ് മോളെ. ചേച്ചി. ഗുഡ് ഗുഡ്. ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ശ്രേയ, ചേച്ചി. നല്ല സോങ് സെലക്ഷൻ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സർ. ശ്രേയ, സർ. അതിമനോഹരമായിട്ടൊരു പാട്ട് ശ്രേയ. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് ഈ ഒരു പാട്ട്. കളഭം തരാം എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ ഇങ്ങോട്ടുള്ള റെസ്പോൺസ്. ഞാൻ ചേച്ചിയുടെ കുറേ ഷോ ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു എനിക്ക്. നന്നായിട്ട് പാടി ശ്രേയ, നന്നായിട്ട് പാടി. ഇന്നലെ അവിടെ ഇവിടെ ചില കുഴപ്പങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് ആലാപ് ആദ്യം പാടിയ എൻ്റെ രണ്ടാമത്തെ ഫ്രേസാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നത്. അതിനൊരു സുഖം കിട്ടിയില്ല. നമുക്കതൊന്ന് പാടിയല്ല. ഇപ്പോഴും മോളെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അത് ശരിയാക്കിക്കൊള്ളു കേട്ടോ. പിന്നെ കളഭം തരാൻ ഭഗവാനൻ ആഡ്ലിബ് പോർഷൻ ഒന്ന് പാടിക്കേ. ഈ ഭഗവാനൊക്കെ അങ്ങോട്ടൊന്നും ചേരണം. ഈ അനുപല്ലവിയിൽ കാത്തിരിക്കും. അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഒന്ന് പാടാമോ? അത് പകൽ വെയിൽ ചായും നേരം പരൽ കണ്ണു നട്ടിൻ മുന്നിൽ പടിപ്പുരക്കാണിൽ കാത്തിരിക്കും. ഇപ്പൊ കുഴപ്പമില്ല. എന്നാൽ ആ ലോ പോർഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അത് ഒരു സോഫ്റ്റ് ആയിട്ട് പാടി വരാല്ലേ എന്ന് കേൾക്കും. അത് അവിടെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും അതുവരെ നല്ല പടിപ്പുര കോണിൽ അവിടെ അങ്ങനെ വേറൊരു ശബ്ദം വന്നാൽ വൃത്തികേടാ. മയിൽപ്പീലിൽ നിന്നെ ചാർത്താൻ. മഴയല്ലേ? മഴപ്പക്ഷി എന്നാ കേക്കുന്നത്. മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കും. ചേർന്ന് നന്നായിട്ടൊന്ന് ചേർന്നിരിക്കും. അതെന്താണ്? അതങ്ങ് ഫ്ലോയിൽ വരട്ടെ. എന്താണെങ്കിലും ഇതൊക്കെയാണ് അതിന്റെ ഒരു കുഴപ്പം. ബാക്കിയൊക്കെ നന്നായിട്ട് പാടിച്ചറിയാ. എന്താ പറയുക, നല്ലൊരു ജ്ഞാനമുള്ള തരുണീമണിയാണ് നീ. അപ്പൊ അത് ബാക്കി ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു ശ്രേയ. ശ്രേയ, കാര്യങ്ങളൊക്കെ നമ്മുടെ അണ്ണാച്ചി പറഞ്ഞു കഴിഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഈ പാട്ട് അറിഞ്ഞൂടാത്തായിട്ട് ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ കാണത്തില്ല. കാരണം എല്ലാരും കേട്ട് 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 ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ശകലം പോയി കഴിഞ്ഞാൽ ഞങ്ങളെക്കാട്ടി കൂടുതൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. പക്ഷെ കുറെ ഭാഗങ്ങൾ നന്നായിട്ട് പാടി കേട്ടു. നല്ല രസമുണ്ട്. കാരണം പരിശ്രമിച്ചിട്ടുണ്ട്. മൊബൈലൊക്കെ നോക്കിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പാട്ടും ഇടയ്ക്കിടയ്ക്ക് മൊബൈലുമായിട്ട് 50-50 ആയിട്ട് പോയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, യു ആർ എ വെരി ടാലന്റഡ് ആർട്ടിസ്റ്റ്. അത് നമുക്ക് കിട്ടിയ സൗഭാഗ്യം നമ്മൾ ഒരിക്കലും കളയരുത്. ഇതുപോലത്തെ ഒരു വലിയൊരു വേദിയാണ്. ഞാൻ പറയുന്നതിന് കാരണം യു ആർ വെരി ടാലന്റഡ്. കുറേ സംഗതികൾ അതിമനോഹരമായിട്ട് പാടി. അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിനൊരു പൂർണ്ണമായിട്ട് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ മൈക്ക് കിട്ടും കേട്ടോ. എന്തായാലും ശ്രേയ, ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കി ദൈവത്തിനെ പ്രാർത്ഥിച്ചു ഒന്ന് പാടുക. കാരണം നമുക്കിനി കുറച്ച് ദിവസങ്ങളുടെ ഉള്ളൂ. കപ്പടിക്കണ്ടേ? വേണം എന്ന് പറയൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചി ശ്രേയ. ചേച്ചി. സുന്ദരിയായ ശ്രേയെ, സുന്ദരമായ ഒരു പാട്ട് കൊണ്ടുവന്നു. സുന്ദരമായി പാടി. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് തന്നെ ആദ്യം പറയട്ടെ. നല്ല ഒരു മലയാളി മങ്ക. ഉഗ്രൻ സെലക്ഷൻ, ഉഗ്രൻ പാട്ട്. എനിക്കിതിൽ തോന്നിയ ഒരു കാര്യം, അപ്പോൾ ആ എക്സ്പ്രഷൻസ് കൊടുക്കുന്ന സമയത്ത് അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി വരുന്നുണ്ട്. അതായത് ഒരു മനഃപൂർവ്വം നമ്മൾ ഒരു ഹസ്കിയാക്കി അതിനെ ചിരിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. മോള് നോർമലായിട്ട് പാടിയാൽ മതിയായിരുന്നു. എനിക്കതാ തോന്നി. ചില വാക്കുകൾ പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് പറയുമ്പോഴത്തേക്ക് അതിനൊരു നാച്ചുറൽ അല്ലാത്തൊരു ഫീല് വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ ബാക്കിയൊക്കെ ഞാൻ ഇത് തന്നെയാണ് എഴുതി വെച്ചത്. ഇതിന്റെ അകത്ത് കുറച്ചുകൂടി പെർഫെക്ഷൻസ് ആവാം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗോഡ് ബ്ലെസ് യു. ഷാനിക്ക നന്നായിട്ട് പാടി. ഐ ആം പ്രൗഡ് ഓഫ് യു.
കുറേ ഭാഗങ്ങൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു ശ്രേയ. പിന്നെ ഇവർ പറഞ്ഞ ഇതന്നെ സെയിം, അതിന് വീണ്ടും പറയുന്നില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക, പഠിക്കുക, ശ്രദ്ധിക്കാം സർ. ഇനി നമുക്ക് അധികം സമയമില്ല എന്നുള്ള ഒരു കാര്യം മൈൻഡിൽ വെക്കാം കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. ശ്രേയ ആ സർ. 9 marks. താങ്ക് യു. താങ്ക് യു സർ. എം ജി സർ. 9.1. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. സ്നേഹത്തോടെ ശ്രേയക്ക്. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 18.1. താങ്ക് യു.